നമസ്കാരം. AK റൈഡർ 70 ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്ന് പറയാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാഫിക് സിഗ്നലിനെ പറ്റി, പിന്നെ ട്രാഫിക്കിൻ്റെ സൈൻ ബോർഡ്, നമ്മുടെ റോഡ് സൈഡിൽ കാണുന്ന സൈൻ ബോർഡുകൾ എന്നാലും ഭായിമാർക്ക് ഉപകാരപ്പെടുന്ന രീതിയിലൊരു വീഡിയോ ചെയ്താൽ എന്താണ് എന്നുള്ളൊരാശയം വന്നത്. അപ്പോൾ നമ്മളെ ബൈക്കായിരുന്നാലും ഏത് വണ്ടിയായിരുന്നാലും മുകളിലോട്ടുള്ള ഏത് വണ്ടിയായിരുന്നാലും ശരി തന്നെയാണ്, നമുക്ക് റോഡിൽ കാണുന്ന സൈൻ ബോർഡുകൾ നമുക്കത് മനസ്സിലാക്കി പോയി കഴിഞ്ഞാൽ നമ്മുടെ സേഫ്റ്റിയും അതുപോലെ തന്നെ മറ്റെല്ലാ കാര്യത്തിനും നല്ലതായിരിക്കും. അപ്പോൾ ഇത് ഡ്രൈവിംഗ് പഠിക്കുന്ന കുട്ടികൾക്കും പഠിച്ചിറങ്ങുമ്പോഴത്തേക്കും നമുക്കിത് ഈ സൈൻ ബോർഡുകൾ നമ്മൾ പാലിച്ച് നമ്മൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് നോക്കി നമ്മൾ വണ്ടി ഓടിച്ച് കഴിഞ്ഞാൽ അത് വളരെയധികം ട്രാഫിക് നിയമവും മറ്റുള്ള എല്ലാം സുരക്ഷിതമായി നമുക്ക് നമ്മുടെ സ്ഥലങ്ങളിൽ വളരെ ഭംഗിയായി എത്തിച്ചേരാവുന്നതാണ്. അപ്പോൾ അത് പ്രകാരമാണ് നമ്മൾ ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ വലിയ വാഹനമല്ല, ചെറിയ വാഹനമായിരുന്നാലും ശരി തന്നെയാണ്. കരമനയിൽ നിന്നും കന്യാകുമാരിയുള്ള റൂട്ടാണ്. ഇത് 4 ലൈനാണ്. ഇവിടുന്ന് നേരെ പോകുന്നതാണ് കന്യാകുമാരി. നമ്മളിപ്പോൾ ഈസ്റ്റോട്ടിൽ നിന്ന് സ്റ്റാച്യു നിന്ന് വരെയാണ്, കിഴക്കേക്കോട്ട അവിടെ നിന്ന് വരെയാണ്. അപ്പോൾ നേരെ പോകുന്നത് കന്യാകുമാരി ഏകദേശം 86 കിലോമീറ്റർ അല്ലേ, 86 കിലോമീറ്റർ ഉണ്ട് കന്യാകുമാരി. അപ്പോൾ ഈ പോകുന്ന സമയത്ത് നമുക്ക് ഇവിടെ കുറച്ച് പ്രാവശ്യമലം വരെ 4 ലൈനാണ് ഓടുന്നത്, 4 ലൈനാണ്. അപ്പോൾ 4 ലൈനിൽ നമ്മൾ ഇതുപോലെയുള്ള സിംഗിൾ ടച്ച് ചെയ്ത് വരകൾ മാറി വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കൂടെ നമുക്ക് പോകാമെന്നുള്ളതാണ്. അപ്പോൾ അത്യാവശ്യം ഓവർടേക്ക് നമുക്ക് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്ത് പോകുന്നതാണ്. നമ്മൾ ബൈക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡ് പോകുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ സേഫ്റ്റി. പക്ഷേ ഞാനിത് ഷൂട്ട് ചെയ്തുകൊണ്ട് വരുന്നതുകൊണ്ട് നമുക്കിപ്പോൾ റൈറ്റ് സൈഡിൽ നിർബന്ധിതനായി കയറി പോവുകയാണ്, ക്ഷമിക്കണം. അപ്പോൾ നമ്മളിവിടെ നിന്നും ഓൾ ഇന്ത്യ ട്രിപ്പിനൊക്കെ പോകുന്ന ഭായിമാരുണ്ടാവും. അവർക്കൊക്കെ നമ്മുടെ ഇവിടുത്തെ സൈൻ ബോർഡുകൾ, ഇന്ത്യൻ ട്രാഫിക് റൂൾ അനുസരിച്ച് സൈൻ ബോർഡുകളിലെ നിയമം പാലിച്ച് പോയി കഴിഞ്ഞാൽ ഏതൊരു തടസ്സവും കൂടാതെ തന്നെ നമുക്ക് നമ്മുടെ ആ റൈഡ് കംപ്ലീറ്റ് ചെയ്ത് തിരിച്ച് നമുക്ക് വരാവുന്നതാണ്. ഇതുപോലുള്ള ചില സംഭവങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണ്. ഏതൊരു സിഗ്നലും ഇല്ല, നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോവുകയാണ്. അപ്പോൾ നമ്മളെപ്പോഴും 2 വീലറിലായിരുന്നാലും ശരി തന്നെ നമ്മളെ കൺട്രോളിൽ ബുള്ളറ്റ് ആകുമ്പോൾ ഒരു 80-നകത്ത് ഒരു 60-70 സ്പീഡായിരിക്കും ആവറേജ് സ്പീഡ്. നമുക്ക് നമ്മളെ വണ്ടിയും നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് അതുകൊണ്ട് സാധിക്കുന്നതാണ്. കൂടുതൽ നമ്മൾ സ്പീഡ് എടുത്ത് പോകാനുള്ളതല്ല അപ്പോൾ നമ്മളിവിടുന്ന് പ്രാവശ്യമലം വരെ എന്നിട്ട് നമ്മൾ യു ടേൺ എടുക്കുകയാണ്. യു ടേൺ അവിടെ ഉണ്ടോ എന്നുള്ളതാണ് നോക്കാനുള്ളത്. നമുക്ക് അപ്പുറത്തൂടെ വേണമെങ്കിലും കട്ട് ചെയ്ത് പോവാം, പക്ഷേ നമുക്കിവിടെ യു ടേൺ ഉണ്ട്. നമ്മളിവിടുന്ന് യു ടേൺ എടുക്കുകയാണ്. യു ടേൺ എടുക്കുമ്പോൾ കൂടുതൽ ട്രാഫിക്ക് പഠിപ്പിക്കുന്നതെന്ന് വിചാരിക്കരുതേ ഭായിമാരെ. നമ്മുടെ അറിയില്ലാത്ത കുറച്ച് ഭായിമാരുണ്ടല്ലോ, പുതിയതായിട്ട് ലൈസൻസ് എടുക്കുന്നവർക്ക്. ഇത് ലേണേഴ്സ് എടുക്കാനും നമ്മുടെ ഈ സൈൻ ബോർഡൊക്കെ ഞാൻ കാണിക്കുന്നത് ഓൺലൈനിൽ ലേണേഴ്സ് എടുക്കാനും ഇത് വളരെയധികം നമുക്ക് ഉപകാരപ്പെടുന്നതാണ്. നമ്മളെവിടെ പോയാലും നമ്മളെ കേരളത്തിനകത്ത് ഇതേപോലെ സൈൻ ബോർഡിൻ്റെ താഴെ തന്നെ ഏത് പാർട്ടിയുടെ എന്നല്ല, നിരവധി പാർട്ടികളെ ബോർഡൊക്കെ വെച്ച് മറയ്ക്കാനും ഉള്ള ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ബുള്ളറ്റിൻ്റെ മെക്കാനിക്കൽ പരമായിട്ടാണ് ഞാൻ കൂടുതലും വീഡിയോകൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് വലിയ വണ്ടിയായിരുന്നാലും ചെറിയ ബുള്ളറ്റായിരുന്നാലും ഏത് വാഹനമായിരുന്നാലും റോഡിൽ പോകുമ്പോൾ നിയമം എല്ലാം ഒരുപോലെയാണ്. റോഡിൻ്റെ ഇത് എക്സ്പ്രസ് ഹൈവേ മാറിക്കഴിഞ്ഞാൽ നിയമം സൈൻ ബോർഡെല്ലാം പാലിക്കേണ്ടത് ഏത് വാഹനത്തിൻ്റെയും ഈ ടാക്സ് അടച്ച് നമ്പർ ബോർഡുള്ള ഏത് വാഹനവും അത് തീർച്ചയായിട്ടും നിർബന്ധമായും പാലിക്കാനുള്ള ഘടകമാണത്.
അതും കൂടെ കരുതിയാണ് ഇങ്ങനൊരു വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് കരുതിയാണ് ഞാൻ എടുക്കുന്നത്. നമുക്ക് ഇനി വീഡിയോയിലേക്ക്